സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് ഇപ്പോൾ അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ബോൺ നദാലെ അല്പസമയത്തിനകം ആരംഭിക്കും. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ വർണ്ണാഭമാവുകയാണ്. തൃശ്ശൂരിലെ സേക്രഡ് ഹാർട്ട് ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ നിന്നാണ് ഈ ബോൺ നദാലയുടെ ഘോഷയാത്ര തുടങ്ങുന്നത്. ഇവിടെ ആയിരക്കണക്കിന് പാപ്പാജിമാർ ഘോഷയാത്ര റെഡിയല്ലേ? എങ്ങനെയുണ്ട്? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? നിങ്ങൾ എവിടെ എത്ര? നിങ്ങൾ ഏത് ഇടവകയാ? അപ്പൊ ഇതാണ് ഇവരുടെ ആഘോഷം, ഇതാണ് ഇവരുടെ ആവേശം. ഇനി ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഈ സംഘം ഇവിടുന്ന് പുറപ്പെടും. ആ പുറപ്പെടുമ്പോൾ ഇവർക്ക് അകമ്പടിയായി ബോൺ നദാലെ ഗാനമുണ്ടാവും. ആ ഗാനത്തിനൊത്ത് ചുവട് വെച്ചുകൊണ്ട് ഈ കുട്ടികൾ 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവരുണ്ട്. ഈ കുട്ടികൾ തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരിയുടെ ഹൃദയത്തിലൂടെ ആ വിഴിമാറിലൂടെ നടക്കും. തേക്കിൻകാട് മൈതാനത്തിന് മുന്നിലൂടെ, വടക്കുംനാഥിന് മുന്നിലൂടെ, സ്വരാജ് റൗണ്ടിലൂടെ ഈ പാപ്പാജിമാർ നടക്കും. അത്രത്തോളം ആവേശമാണ് ഇവരുടെ. ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. സാധാരണ ഈ ക്രിസ്മസ് 25-ാം തീയതി ആഘോഷിച്ച് രാവിലെ മുതൽ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ പള്ളികളിൽ പോയി, അത് ക്രൈസ്തവ വിശ്വാസികളായിരിക്കും കൂടുതൽ പള്ളികളിൽ പോയി ഇങ്ങനെ ആഘോഷിച്ച് അവർ വൈകിട്ട് വന്ന് ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങുന്നത്. ആ ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം 27-ാം തീയതി തൃശ്ശൂരിൽ പക്ഷേ അങ്ങനെയല്ല. സാംസ്കാരിക നഗരിയുടെ എല്ലാ ജനങ്ങളും, തൃശ്ശൂരിലെ പൗരാവലിയും ഇവിടുത്തെ ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ഇടവകളും എല്ലാം ചേർന്ന് വലിയ ഒരു ആഘോഷമാക്കുകയാണ് ഈ ദിവസം. ആ മണിക്കൂറുകൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്ന ഈ സംഘം തൃശ്ശൂരിനെ ഒരു ചെങ്കടലാക്കി മാറ്റും, ഒരു ചുവന്ന നഗരിയാക്കി മാറ്റും. സാംസ്കാരിക നഗരി അങ്ങനെ ചുവന്ന നഗരിയായി മാറും. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും അടുത്തത് സെന്റ് തോമസ് കോളേജിലേക്ക് പുറപ്പെടുന്നത്. അവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഈ ഉദ്ഘാടനത്തിന് ശേഷം വലിയ പാട്ടിന്റെയും നൃത്തത്തിന്റെയും നിശ്ചല ദൃശ്യത്തിന്റെയും അകമ്പടിയോടെ ഈ സംഘം തൃശ്ശൂരിന്റെ വിഴിമാറിലൂടെ നടക്കും. അപ്പോൾ നിശ്ചല ദൃശ്യങ്ങളുണ്ടാവും, പ്ലോട്ടുകളുണ്ടാവും, പലതരത്തിലുള്ള പാപ്പാജിമാർ, റോളർ സ്കേറ്റിങ്ങിലുള്ള ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളിയല്ലേ? ഒറ്റയ്ക്കാണോ വന്ന? കുടുംബം ഉണ്ടോ? അല്ല, കുടുംബം ഒരു മോനെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുമ്പളാങ്ങാട് ഇടവകയെന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ പലരും അമ്മമാരും അവരുടെ കുട്ടികളോടൊപ്പം അച്ഛന്മാരും അങ്ങനെ കുടുംബം മൊത്തത്തിലാണ് എഴുന്നിട്ടുണ്ട്. 200-ലധികം ഇടവകക്കാരുണ്ട് ഈ പ്രദേശത്ത്. ഈ ഇടവകക്കാരിലെ ഓരോ ഇടവകയിൽ നിന്നും 50-100 ആളുകൾ എത്തുന്നു. അങ്ങനെ 15,000 പേരെത്തുന്നു. ഈ 2013 തുടങ്ങിയ ഈ ബോൺ നദാലെ 2013 ഇവർ തുടങ്ങിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ പലതരം ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷത്തിൽ തങ്ങൾക്കും ഒരു ആഘോഷം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമാവുകയാണ് തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിന് മുന്നിൽ അജീഷ് ഉണ്ട്. അല്പസമയത്തിനകം ബോൺ നദാലെ ആരംഭിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരിലേക്ക്. അപ്പൊ അതാണ് ഉന്മേഷിച്ച ഇത്രത്തോളം ആവേശമാണ്, ഇത്രത്തോളം വൈബാണ്, ഇത്രത്തോളം സന്തോഷമാണ്. കൊച്ചുകുട്ടികൾ സഹിതം അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട്. പാപ്പാജിമാർ ഇവരെല്ലാം പൂരനഗരിയെ ചെങ്കടലാക്കാൻ പുറപ്പെടുകയാണ്. ഉന്മേഷ്. ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം സൂരജ് സജിയും ഉണ്ട്. സെന്റ് മേരീസ് കോളേജിന് സമീപത്ത് നിന്നാണ് സൂരജ് സജി ചേരുന്നത്. സൂരജ്, അങ്ങനെ ചുവന്ന നിറം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതെത്ര സമയം നീണ്ടു നിൽക്കും ഈ പരിപാടി സൂരജ്? ഉന്മേഷ്, എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇത് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. സംഘാടകരെല്ലാവരും എത്തിയിട്ടുണ്ട്. വിശിഷ്ടാതിഥികൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും, അതായത് നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ അണിനിരന്നു കഴിഞ്ഞു. അത് ഈ സെന്റ് തോമസ് കോളേജിന് സമീപം, അതായത് ഈ സെന്റ് മേരീസ് കോളേജിന് സമീപത്ത് തന്നെയാണ് സെന്റ് തോമസ് കോളേജ്. അവിടെ നിന്ന് ഇത് ഈ തൃശ്ശൂർ ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തും. ഇവിടെ നിന്നുള്ള ഈ പാപ്പാമാരുടെ സംഘവും ഈ തൃശ്ശൂർ റൗണ്ടിലേക്കാണ് കയറുക. ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ആദ്യം പോവുക ഈ വീൽ ചെയറിലുള്ള
ചെയറിലുള്ള പാപ്പാമാരായിരിക്കും. ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ആ വീൽ ചെയറിലുള്ള പാപ്പാമാരെ ദൃശ്യങ്ങളിൽ നേരത്തെയും കാണിച്ചാണ്. അവരാണ് ആദ്യം അണിനിരക്കുക. പിന്നീട് ഈ റോളർ സ്കേറ്റിംഗിൽ പാപ്പാമാരെത്തും, അതോടൊപ്പം തന്നെ ബൈക്കിൽ പാപ്പാമാരെത്തും. അതിനുശേഷമായിരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുട്ടിക്കൂട്ടമെല്ലാം ഈ തൃശ്ശൂരിന്റെ പൂരനഗരിയിലേക്ക് എത്തുക. ഈ കാണുന്ന പാട്ട്, അതായത് ഈ പാട്ടിനൊപ്പം ഇവരെല്ലാവരും ഈ തൃശ്ശൂർ റൗണ്ടിൽ നൃത്തം ചെയ്യും. ഓണക്കാലത്ത് പുലികൾ വരുന്നത്, പുലി ഇറങ്ങുന്നത് തൃശ്ശൂരുകാർക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്മസ് കാലമാകുമ്പോൾ അവിടെ എത്തുക ഇതുപോലുള്ള പാപ്പാമാരായിരിക്കും. അവർ കൃത്യമായി തയ്യാറാക്കിയ 2 പാട്ടുകളുണ്ട്. ആ പാട്ടിനൊപ്പിച്ച് ഇങ്ങനെ ചുവട് വയ്ക്കും. തൃശ്ശൂർ നഗരമാകെ ഒരു ചെങ്കടൽ മാതിരി ആർത്തിരമ്പി എത്തുന്ന ഒരു ചെങ്കടൽ പോലെ ഇങ്ങനെ ഇവർ അലകൾ തീർത്തുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയൊക്കെ ഇവരുടെ സംഘം ഈ തൃശ്ശൂർ റൗണ്ട് കീഴടക്കി തുടങ്ങും. പിന്നാലെ ഒരു 8 മണി 8:30യോട് കൂടി മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ കഴിഞ്ഞ തവണയൊക്കെ പോയ ഈ പരിപാടി നടന്നതിന്റെ അനുഭവം ഇന്ന് നമ്മളോടൊപ്പം തന്നെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെല്ലാം പങ്കുവെക്കുകയുണ്ട്. അന്ന് അദ്ദേഹം ഇന്നും ഓർത്തെടുത്ത് പറയുന്നത്, അവർ ആദ്യ മുൻനിരയിലുണ്ടായിരുന്നു, പക്ഷേ അവർ കറങ്ങിയ റൗണ്ടിന്റെ പിന്നാമ്പുറത്ത്, അതായത് തുടങ്ങിയ പോയിന്റിൽ എത്തുമ്പോഴും ഈ സംഘം പുറപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലൊരു വലിയ ജനക്കൂട്ടം അന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. 10,000-ത്തിലധികം പാപ്പാമാരാണ് ഇതിന്റെ ഭാഗമാകുന്നത്. എന്തായാലും അവസാനവട്ട പരിശീലനത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ നേരത്തെ പഠിച്ചു വന്നതാണ്. എന്നാലും അവരൊരു ഫൈനൽ റിഹേഴ്സൽ എന്ന തലത്തിലേക്ക് ഇവരെല്ലാവരും പരിശീലനം നടത്തുക. എങ്ങനെയാ, ഉഷാറല്ലേ നമ്മള്? അടിപൊളിയല്ലേ? പഠിച്ചോ? ഡാൻസ് ഒക്കെ പഠിച്ചു? ഹാപ്പി അല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഇത്തരത്തിൽ തന്നെയാണ് ഈ ക്രിസ്മസ്, അതായത് കൊച്ചിക്കാരെ സംബന്ധിച്ച് പുതുവത്സര ആഘോഷങ്ങളോട് കൂടിയാണ് ഇത് സമാപിക്കുന്നതെങ്കിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഈ 27-ാം തീയതി അത് ബോൺനത്താല എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാം മറന്ന് ഓണനാളിൽ പുലികളി കൊന്നിക്കുന്നത് പോലെ തൃശ്ശൂരുകാർ ക്രിസ്മസിൽ 27-ാം തീയതി ബോൺനത്താല ദിനം അവരെല്ലാവരും ഒന്നിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഒരു ഉത്സവമാക്കി മാറ്റുന്ന നിമിഷം. ആ നിമിഷത്തിലൂടെയാണ് തൃശ്ശൂർ കടന്നു പോകുന്നത്. ഉന്മേഷ്, ശരി, അങ്ങനെ വർണ്ണാഭമാകുന്നു തൃശ്ശൂർ. അതിൻ്റെ കാഴ്ചകൾ ബോൺനതാലയ്ക്ക് അല്പ സമയത്തിനകം തുടക്കമാകുന്നു. 10,000 പപ്പമാർ ഒരേ സമയം നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ആവേശത്തിലാണിപ്പോൾ തൃശ്ശൂർ നഗരമുള്ളത്. അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും. ആ സമയത്ത് നമ്മൾ ഈ വാർത്തയിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്തും.